ആരോഗ്യവാനായ ഒരു വ്യക്തിയുടെ സാധാരണഗതിയിലുള്ള ശ്വസന വ്യാപ്തം ഏകദേശം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി 500 ml. താഴെ പറയുന്നവയിൽ ബന്ധം മനസ്സിലാക്കി ഉത്തരം കണ്ടെത്തുക. നാഡി, ശ്വാൻകോശങ്ങൾ, മസ്തിഷ്കം, സുഷുമ്ന ഡാഷ്. ഉത്തരം ഒളിഗോഡെൻഡ്രോസൈറ്റ്. ഒരു കൂട്ടം ആക്സോണുകൾ ചേർന്നതിനെ അറിയപ്പെടുന്ന പേര്? ഉത്തരം നാഡി. നാഡീയ പ്രേക്ഷകങ്ങൾക്ക് ഉദാഹരണം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി അസറ്റൈൽ കൊളീനും ഡോപ്പാമിനും. മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന മെനിഞ്ചസിന് എത്ര പാളികളാണ് ഉള്ളത്? ഉത്തരം ഓപ്ഷൻ എ 3. 12 ജോഡി ശിരോനാഡികളും 31 ജോഡി സുഷുമ്ന നാഡികളും ചേർന്ന നാഡീവ്യവസ്ഥയെ അറിയപ്പെടുന്ന പേര്? ഉത്തരം പെരിഫറൽ നാഡീവ്യവസ്ഥ. ആവേഗങ്ങൾ രൂപപ്പെടുത്തുന്നത് ആരാണ്? ഉത്തരം ഗ്രാഹി. ആന്തരാവയവങ്ങളുടെ ത്രിമാന ദൃശ്യങ്ങൾ ലഭ്യമാക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? ഉത്തരം ഓപ്ഷൻ എ MRI സ്കാനർ. താഴെ പറയുന്നവയിൽ സിറോഫ്താൽമിയ എന്ന നേത്രവൈകല്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി. നേത്രാവരണവും കോർണിയയും വരണ്ട് ഈർപ്പരഹിതവും അതാര്യവുമായി തീരുന്ന അവസ്ഥയാണ് സിറോഫ്താൽമിയ. സുഷ്മയുടെ ഉള്ളിൽ സെറിബ്രോസ്പൈനൽ ദ്രവം കാണപ്പെടുന്ന ഭാഗം? ഉത്തരം സെൻട്രൽ കനാൽ. മാംസഭോജികൾക്കുള്ളതും സസ്യപുക്കുകളിൽ ഇല്ലാത്തതുമായ പല്ല്? ഉത്തരം കോമ്പല്ല്. രക്തക്കുഴലുകളിൽ നിന്ന് തിരിച്ച് ഹൃദയത്തിലേക്കുള്ള രക്ത ഒഴുക്ക് തടയുന്ന വാൽവ്? ഉത്തരം സെമി ലൂണർ വാൽവ്. മസ്തിഷ്ക പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നതും ഉചിതമായ തീരുമാനങ്ങൾ ഉചിത സമയത്ത് കൈക്കൊള്ളാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്നത് ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡിന്റെ എന്ത് മാറ്റത്തിനാലാണ്? ഉത്തരം ഓപ്ഷൻ എ ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡിന്റെ കൂടുതലാകുന്നതിനാൽ. ഹീമോഗ്ലോബിൻ കാണപ്പെടുന്ന രക്തകോശം ഏതാണ്? ഉത്തരം അരുണ രക്താണുക്കൾ. കണ്ണിൽ പെട്ടെന്ന് പ്രകാശം പതിക്കുമ്പോൾ കണ്ണ് ചിമ്മുന്നത് എന്തിന് ഉദാഹരണമാണ്? ഉത്തരം സെറിബ്രൽ റിഫ്ലക്സ്. താഴെ പറയുന്നവയിൽ ഹൃദയത്തിൽ നിന്ന് അശുദ്ധ രക്തം കൊണ്ടുപോകുന്ന കുഴലുകൾ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ശ്വാസകോശ ധമനി. ഇച്ഛാനുസരണമില്ലാത്ത ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായി നടക്കുന്ന പ്രതികരണ പ്രവർത്തനങ്ങളെ അറിയപ്പെടുന്ന പേര്? ഉത്തരം റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും ആവശ്യമായ ധാതു ലവണം ഏതാണ്? ഉത്തരം അയഡിൻ. സംവേദന ആവേഗങ്ങൾക്കനുസൃതമായി വേഗത്തിലുള്ള പ്രതികരണ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നത് ആരാണ്?
ഉത്തരം ഓപ്ഷൻ ബി ഇന്റർന്യൂറോൺ. പ്രതിദിനം നമ്മുടെ ശരീരത്തിൽ നിന്നും നഷ്ടപ്പെടുന്ന ജലത്തിന്റെ അളവ്. ഉത്തരം ഓപ്ഷൻ ഡി 2.5 ലിറ്റർ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഗ്ലൈക്കോസിസുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി. മനുഷ്യ ശരീരത്തിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഉത്തരം ഹൈപ്പോതലാമസ്. കോശത്തിൽ വച്ച് ഗ്ലൂക്കോസിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയെ അറിയപ്പെടുന്ന പേര്. ഉത്തരം കോശശ്വസനം. കോശശ്വസനത്തിന്റെ ഫലമായി നിർമ്മിക്കപ്പെടുന്ന ഊർജം. ഉത്തരം ATP. ഒരു കോശശ്വസനത്തിന്റെ ഫലമായി ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്ന് സ്വതന്ത്രമാകുന്ന ATPകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 30. കോശത്തിലെ ഊർജ നാണയം എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ATP. മനുഷ്യരിലെ നൈട്രോജനിക വിസർജന പദാർത്ഥമായ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് അവയവത്തിൽ വെച്ചാണ്? ഉത്തരം കരൾ. താഴെ പറയുന്നവയിൽ മൈലിൻ ഷീത്തിന്റെ പ്രധാന ധർമ്മങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി. പാൻക്രിയാസ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട ചുവടെ നൽകിയിരിക്കുന്ന വസ്തുതകളിൽ തെറ്റായത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി. മനുഷ്യന്റെ തലച്ചോറിൽ സെല്ല ടെർസിക്ക എന്ന അസ്ഥി പേടകത്തിലാണ് ഡാഷ് കാണപ്പെടുന്നത്. ഉത്തരം ഓപ്ഷൻ എ പീയൂഷ ഗ്രന്ഥി. സിനാപ്സുകളുടെ ധർമ്മം എന്താണ്? ഉത്തരം ഓപ്ഷൻ സി എയും ബിയും. ആവേഗങ്ങളുടെ വേഗത ക്രമീകരിക്കുക, ആവേഗങ്ങളുടെ ദിശ ക്രമീകരിക്കുക എന്നിവയാണ് സിനാപ്സുകളുടെ ധർമ്മം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം. ഉത്തരം ഓപ്ഷൻ സി ഇനാമൽ. മൈലിൻ ഷീത്തിന്റെ നിറം. ഉത്തരം വെള്ള നിറം. ശരീരത്തിലെ ഏത് അവയവത്തിൽ നടക്കുന്ന പ്രവർത്തനമാണ് ഗ്ലോമറൂലർ ഫിൽട്രേഷൻ? ഉത്തരം വൃക്ക. പ്രതികരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് എന്താണ്? ഉത്തരം നാഡീവ്യവസ്ഥ. ശരീര തുലനാവസ്ഥയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം ഏതാണ്? ഉത്തരം സെറിബെല്ലം. ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത്? ഉത്തരം പ്ലീഹ. ഒരു പ്രാവശ്യം ദാനം ചെയ്യാവുന്ന രക്തത്തിന്റെ അളവ്? ഉത്തരം ഓപ്ഷൻ എ 300 മില്ലി ലിറ്റർ. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി പാരാതെർമോൺ. ഐച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്?
ഉത്തരം സെറിബ്രം. മനുഷ്യനിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 8. ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തിന്റെ ഭടന്മാർ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ഉത്തരം ഓപ്ഷൻ സി, വെളുത്ത രക്താണുക്കൾ. താഴെ പറയുന്നവയിൽ ഒറ്റയാനെ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി, തോൾ വലയം. കപാലത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി, 8. മനുഷ്യ ശരീരത്തിൽ പീയൂഷഗ്രന്ഥി കാണപ്പെടുന്ന ഭാഗം? ഉത്തരം ഓപ്ഷൻ എ, തലച്ചോറിന്റെ അടിഭാഗത്ത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം? ഉത്തരം ഓപ്ഷൻ ബി, പുംബീജം. ആന്റിബയോട്ടിക്കുകളുടെ സ്ഥിരമായ ഉപയോഗം മൂലമുള്ള പാർശ്വഫലങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ ഡി. 3 പ്രസ്താവനകളും ശരിയാണ്. മിനുസ പേശിയുമായി ബന്ധപ്പെട്ട ചുവടെ തന്നിരിക്കുന്ന വസ്തുതകളിൽ തെറ്റായത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. താഴെ പറയുന്നവയിൽ രക്തത്തിലെ ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ സി. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിച്ച് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ എ, ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്.